ഓൾ ആർ പീപ്പിൾ യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്, അയാളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം അയാളുടെ മെന്റാലിറ്റി മൈൻഡ് സെറ്റ് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പാഷൻ ഗോൾസ് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പണത്തോടുള്ള ബിഹേവ് ആസ്പെക്ട് ഓൾ ദ കൈൻഡ് ഓഫ് തിങ്സ് ആർ ഡിഫറെൻറ്റ്. ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് ഇൻ അവൈലബിൾ. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സെക്യൂർ, ഫൈനാൻഷ്യൽ വേൾഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ധാരാളം വീഡിയോസ് ഉണ്ട്. ഹൗ ടു ഗെറ്റ് റിച്ച് ഇൻ 20s എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. കാരണം അതിനനുസരിച്ച് നിങ്ങളെ പെർസ്പെക്ടേഷൻ മാറിക്കൊണ്ടിരിക്കുക. പെർസ്പെക്ടേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പല ബിഹേവ് മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പം ഇതാണ് ശരി, ഇതാണ് തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഐ വിൽ ഗിവ് യു 5 റൂൾസ് എന്നൊരു അവയർനെസ് തരാം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. സോ നമ്മൾ മണിയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ്. കാരണം ഒരു ബിസിനസ്മാൻ, ഒരു ഓണ്ടർപ്രണർ നിലക്കാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ, അല്ലെങ്കിൽ ഒരു മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മണി. ഓക്കെ. അതുപോലെ തന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ ഉണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പണം എന്നും പണം വർക്ക് ചെയ്ത് അവർക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുവർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പണത്തിന് വേണ്ടി വർക്ക് ചെയ്ത് പണം സമ്പാദിക്കാൻ മാത്രമുള്ള ഒരു മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പെർസ്പെക്ടേഷനും ഒരു ബിഹേവും ഒരു സൈക്കോളജി മണിയോടുള്ളത് അവയർനെസ് നമുക്ക് തീർച്ചയായും വേണം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ സൈക്കോളജി ഓഫ് മണി, മോർഗൻ ഹൗസിന്റെ കാര്യമാണ്. ഇത് ഫുള്ളും അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് പലതും നിങ്ങൾക്ക് അവയർനെസ് തരും. സോ ഇതിൽ മോർഗൻ ഹൗസിൽ പറഞ്ഞ കാര്യം തന്നെ ഉണ്ട്. വി ആർ സീൻ ദ വേൾഡ് ത്രൂ ഇൻ ടു ഡിഫറെൻറ്റ് ലെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഡിഫറെൻ്റ് ആണ്, ഇതും ഡിഫറെൻ്റ് ആണ്. റൂൾ 1 ആണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ഫണ്ടമെന്റൽ ഫൈനാൻസ് അഥവാ ക്രിയേറ്റ് ഓഫ് ഇൻകം ഇൻ അസറ്റ്സ്. കാരണം എല്ലാവരും ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും ആൾക്കാരുകൾ അവയർനെസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ 20s ഒരു ഭാഗികമായ ഒരു ചെറിയ ഫണ്ടുകൾ മാറ്റിവെക്കുക. കാരണം കമ്മോഡിറ്റീസ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ്സ്, ക്രിപ്റ്റോ, സ്റ്റോക്സ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലൊക്കെ ഇൻഫ്ലേഷൻ സംഭവിച്ചാലും ഡൗൺ സംഭവിക്കും, പ്രോഫിറ്റും വരും, നഷ്ടം വരും. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നല്ലതാണ്. റിയൽ എസ്റ്റേറ്റിലൊക്കെ നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം, വരൻ ബഫൻ അറിയാം, ചെറിയ പെന്നി സ്റ്റോക്സ് ഒക്കെ മേടിച്ച് വെച്ചു. റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ 70% തന്നെ അയാളുടെ ഇൻകം ആനുവൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഏണിങ്സ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഉഡയ് കോട്ടക് എന്ന് പറയുന്നത് എക്വിറ്റി അസറ്റ് കൈകാര്യം ചെയ്ത് തന്നെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ 2024 മുകളിലേക്കും നല്ല റീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ബില്യനേഴ്സ് ആയത് ഫൈനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ഒരു ഭാഗികമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും ഒരു ലോൺസോ ലയബിലിറ്റിയോ എടുക്കുന്ന സംഭവമല്ല. ഇത് നമുക്ക് വെറും അസറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിങ്സ് ആണ്. കാരണം നമ്മളൊരു അസറ്റ് മേടിച്ചിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ നയിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. നമുക്കിപ്പോൾ ഒരു ഐഫോൺ മേടിക്കുകയാണ്. ഐഫോൺ മേടിക്കുമ്പോൾ ലോൺ എടുത്തുകൊണ്ടാണ് ഇപ്പം മേടിക്കുന്നത്. ലോൺ എടുത്താൽ നിങ്ങളിപ്പം ഒരു 1 year അല്ലെങ്കിൽ 2 year ഗ്യാപ്പ് വെച്ചുകൊണ്ട് മാസം 3000 ആണ് നിങ്ങൾ പേ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിന് പകരം ലയബിലിറ്റി, കാരണം അത് ലോൺ എടുത്തു, അതുമാത്രമല്ല ഐഫോൺ എടുത്തു, ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ ഒന്നാമത് ലയബിലിറ്റി നിങ്ങൾ ചൂസ് ചെയ്തു ഐഫോൺ, അതിനനുസരിച്ച് നിങ്ങൾ അതൊരു 2 വർഷം ഗ്യാപ്പിലിട്ടു. ആ 2 വർഷം ഗ്യാപ്പിലിട്ടതിന് ശേഷം 2 വർഷത്തിന് ശേഷം ഉള്ള ഐഫോണിന്റെ റേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ തികച്ചും കുറയും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ലോൺ അതിനനുസരിച്ച് വാങ്ങുന്ന ലയബിലിറ്റി മാറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ അഥവാ അങ്ങനെ ഒരു പ്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തികച്ചും ഒരു അസറ്റ് മേടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ലോട്ട് ഓഫ് അസറ്റ് ഉണ്ട്. ഗോൾഡ് ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ. ഇപ്പോൾ ലൈക്ക് ബിറ്റ് കോയിനിലേക്കാണ് നിങ്ങളിപ്പം ഒരു മാസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഈ 3000 നിങ്ങളൊരു 2 വർഷത്തേക്ക് 3000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഡബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ജസ്റ്റ് ധാരണ തരാൻ മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഐ വിൽ നെക്സ്റ്റ് വീഡിയോ ഷോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക, ലയബിലിറ്റി ഒക്കെ ഒഴിവാക്കുക, അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു രീതി റിട്ടയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇൻകം നിങ്ങളുടെ കയ്യിൽ വരും. ഇതിനൊക്കെ ഒരു അവയർനെസ് വരിക. കാരണം ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങളിതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 30-40 years നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും പുതിയ പൈസനെ കൊണ്ട് പല മാർഗങ്ങളും ചൂസ് ചെയ്യാൻ പറ്റും. കാരണം പൈസ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസയെ കൊണ്ട് കളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പൈസ ഒരു ടൂളാക്കി മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബഡ്ജറ്റിംഗ് മെത്തേഡാണ്. നിങ്ങളുടെ കിട്ടുന്ന പൈസ എങ്ങനെ നിങ്ങൾക്കത് സ്കെഡ്യൂളായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കുറിച്ചിട്ടാണ്. അതിൽ വറൻ അമേലിയ എഴുതിയ ഓൾ യുവർ വർത്ത് എന്ന ബുക്കിൽ നിന്നാണ്
പല ആളുകൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളൊരു പെർസ്പെക്ടേഷൻ വെച്ചായിരിക്കണം. കാരണം അത് നിങ്ങൾക്ക് പല രീതിയിലും റൂൾ ഉണ്ടാക്കാം. പക്ഷേ ഈ റൂൾ എന്ന് വെച്ചാൽ 50-30-20 എന്ന റൂളാണ്. 50% വരുന്നത് നിങ്ങളുടെ നീഡ്സ് ആണ്. ലോണ്, യൂട്ടിലിറ്റി, പിന്നെ മോർട്ടറേജ് എന്ന കാര്യങ്ങൾ. അതിൽ 30 റൂൾസ് എന്ന് പറയുന്നത് വാണ്ട്സ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത്. നിങ്ങളുടെ ഹോബീസ്, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ നിങ്ങൾ 30% നിങ്ങൾക്ക് ചിലവായിരിക്കും. 20 റൂൾസ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, മെഡിക്കൽ ക്ലെയിമിങ്, ഇൻഷുറൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്കത് ചെയ്തു വെക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പെർസെൻറ്റേഷൻ മാറ്റി നിങ്ങൾക്കൊരു റൂൾ വെക്കാം. നിങ്ങൾക്ക് 20-20-20 റൂൾ വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു നിങ്ങളെ മൈൻഡിൽ വരുന്നത് അത് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നിങ്ങളെ മാറ്റർ എങ്ങനെയാണോ ആ റൂൾക്ക് കൈകാര്യം ചെയ്യുക. പൈസ എങ്ങനെ ഘട്ടം ഘട്ടം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ അത് സ്പെൻഡ് ചെയ്യണം, സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കണം എന്നതൊക്കെ നിങ്ങൾ ഐഡിയ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റൂൾസ് യൂസ് ചെയ്യാം. പല റൂൾസ് മീനിങ് വന്നുകൊണ്ടിരിക്കും. തേർഡ് വൺ, സ്കെഡ്യൂൾ യുവർ ടൈം. മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. ഫൈനാൻഷ്യലി മാത്രമല്ല നിങ്ങളെ ലൈഫ് ടിപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം എല്ലാം നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റുമോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളെ ഭാഗികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കും. കാരണം ഇന്ന സമയത്തിനോട് നിങ്ങൾക്ക് ഇന്ന ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന ഫണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഇത്ര ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ കഴിവിനനുസരിച്ചായിരിക്കും. കാരണം ഇന്ന ദിവസത്തിനുള്ളിൽ, ഇന്ന ഒരാഴ്ചത്തിനുള്ളിൽ എനിക്കിത് ചെയ്ത് തീർക്കണം, ഇന്ന ടാസ്ക് എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്താൽ അത് തികച്ചും യാദൃശ്ചികമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ അർജൻറ്റായിട്ട് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഏതൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. ചിലപ്പം അർജൻറ്റ് അല്ലായിരിക്കും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ചിലപ്പം അർജൻറ്റ് അല്ലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ദാറ്റ് ബെനിഫിറ്റ് യു ഗ്രോ യുവർ മണി. നാലാമത്തെന്ന് വെച്ചാൽ സൈഡ് ഹസ്റ്റിൽ ആൻഡ് ലേൺ ന്യൂ സ്കിൽസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഭാഗികമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൈസ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഇൻകം മാർഗം മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു സ്കില്ല് പഠിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ 20s ഏറ്റവും മികച്ചൊരു കാര്യം തന്നെയാണ് നിങ്ങൾ സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത്. കാരണം സ്കില്ലിലൂടെ നിങ്ങൾക്ക് സൈഡ് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തികച്ചും മതി. ഒരുപാട് ഇവിടെ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾക്ക് പല സ്കിൽസും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പല മെത്തേഡുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ സൈഡായിട്ടുള്ള ഒരു നെറ്റ് ഇൻകം കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു 95 ജോബോ അല്ലെങ്കിൽ സാലറിക്കാരനോ അല്ലെങ്കിൽ ക്യാഷ് ലേബർ വർക്ക് ആണെങ്കിൽ പോലും സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനും കൂടി, അല്ലെങ്കിൽ സെക്കൻഡ് ഒരു 5 hours എന്ന നിലക്ക് പണിയെടുക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും നിങ്ങളുടെ 20s. അതുകൊണ്ടാണ് സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കുക. അഞ്ചാമത്തെ റൂൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലയിലും വേണ്ട ഒരേ ഒരു കാര്യമാണ് ആക്ഷൻ. ആക്ഷൻ റിക്വയർഡ് ആണ്, ആക്ഷൻ മസ്റ്റ് ആണ്, ആക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ. ഏത് കാര്യത്തിലും നിങ്ങൾ ഇറങ്ങിത്തിരിങ്ങുമ്പോൾ ആക്ഷൻ 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 ചെയ്തുകൊണ്ടേയിരിക്കുക, ചെയ്യുക. ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കും, ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ നിങ്ങളൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റോ വെച്ചുകൊണ്ട് പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ട് നീട്ടിവെച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക, കൂടുതൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആക്കി വെക്കൊണ്ടിരിക്കുക, വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസത്തിലും, ഓരോ ആഴ്ചയിലും, ഓരോ വർഷത്തിലും സ്വന്തം ക്യാരക്ടർ എല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ വേണ്ടത് നിങ്ങൾക്ക് ആക്ഷൻ മാത്രമാണ്. ആക്ഷൻ റിക്വയർഡ് ആണ്, ആക്ഷൻ മസ്റ്റ് ആണ്, ആക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്.